പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ്, ഷെയ്മസ് എന്തുകൊണ്ട് WWE വിട്ടു, എന്തുകൊണ്ട് അദ്ദേഹം ആ ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ TKO എന്ന് പറയുന്ന WWE മാനേജ്മെൻറ്റ് ഷെയ്മസിനോട് സാലറി കുറയ്ക്കാൻ ആവശ്യപ്പെട്ടു. അത് ഷെയ്മസിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ കോൺട്രാക്റ്റ് പുതുക്കാൻ അദ്ദേഹം തയ്യാറായില്ല. നിലവിലെ കോൺട്രാക്റ്റ് അവസാനിക്കുന്നത് വരെ അദ്ദേഹം കാത്തുനിന്നു. കോൺട്രാക്റ്റ് അവസാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം കോൺട്രാക്റ്റ് പുതുക്കുന്നില്ല, മറ്റു വഴികൾ നോക്കാം എന്നുള്ള രീതിയിലേക്ക് എത്തി. അതുകൊണ്ടാണ് ഷെയ്മസ് കമ്പനിക്ക് പുറത്തേക്ക് നിലവിൽ കടന്നിരിക്കുന്നത്. ഇനി മറ്റ് കുറച്ച് അപ്ഡേറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഷെയ്മസ് നിലവിൽ പരിക്ക് മൂലം WWE റിങ്ങിൽ നിന്ന് കുറച്ചധികം മാസങ്ങളായിട്ട് മാറി നിൽക്കുകയാണ്. 2025 അവസാന നിമിഷങ്ങളിലൊക്കെയാണ് ഷെയ്മസിൻ്റെ അവസാനത്തെ ഒരു റിങ്ങിലെ മത്സരം നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം ഷെയ്മസ് അങ്ങനെ റിങ്ങിലേക്ക് ഇറങ്ങിയിട്ടില്ല. 2026 പോലും അദ്ദേഹം ഒരു മത്സരത്തിൻ്റെ ഭാഗമായിട്ട് റിങ്ങിലേക്ക് ഇറങ്ങിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ശ്രദ്ധിച്ചാൽ അദ്ദേഹം തിരികെ വരുന്നതിൻ്റെ സൂചനയായിട്ട് WWE ട്രെയിനിങ് ഫെസിലിറ്റി എന്നറിയപ്പെടുന്ന പെർഫോമൻസ് സെൻറ്ററിൽ NXT റെസ്ലേഴ്സ് ഒപ്പം ട്രെയിൻ ചെയ്യുന്നതിൻ്റെ ഒരു ഫോട്ടോസും വീഡിയോസും ഒക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ തന്നെ ഒരു റിപ്പോർട്ടായിട്ട് അത് നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. പക്ഷേ അപ്രതീക്ഷിതമെന്നതാണ്, വളരെ സർപ്രൈസ് ആയിട്ടാണ് ഷെയ്മസ് കമ്പനി വിടാൻ പോകുന്നു എന്നുള്ള തീരുമാനം എടുക്കുന്നതായിട്ട് ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്തത്. ഇത് ജസ്റ്റ് ഒരു റിപ്പോർട്ട് മാത്രമല്ല, മറ്റ് സോഷ്യൽ മീഡിയ അപ്ഡേറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിലും ഇത് ഏകദേശം കൺഫേം ആയി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഷെയ്മസ് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ പേരിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഷെയ്മസ് എന്നുള്ള റിംഗ് നെയിം മാറ്റി അദ്ദേഹത്തിൻ്റെ ബർത്ത് നെയിം അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷെയ്മസ് എന്ന് പറയുന്ന കഥാപാത്രത്തോട് ഷെയ്മസിൻ്റെ ഒരു വിട പറച്ചിൽ അവിടെ നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി WWE സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, അലുമിനി സെക്ഷനെ കുറിച്ച് നിങ്ങളിൽ പല കൂട്ടുകാർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. WWE യാതൊരുവിധ കോൺട്രാക്റ്റും ഇല്ലാത്ത റെസ്ലേഴ്സിനെ അലുമിനി പ്രൊഫൈലിലേക്ക് മാറ്റാറുണ്ട്. ഇത്തരത്തിൽ ഷെയ്മസിൻ്റെ പ്രൊഫൈലും അലുമിനി സെക്ഷനിലേക്ക് മാറ്റി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ രണ്ട് പേരുടെ ഭാഗത്തു നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റ്സ് അനുസരിച്ച് ഇവർ തമ്മിലുള്ള ഒരു കരാറ് അവസാനിച്ചിരിക്കുന്നു. ഇരുവർക്കും ഇനി രണ്ട് വഴിയാണ് എന്നുള്ളതും ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. ഇനി പബ്ലിക്കലി നമുക്കൊരു അപ്ഡേറ്റ് ഷെയ്മസിൻ്റെ ഭാഗത്തു നിന്നോ WWE ഭാഗത്തു നിന്നോ അറിയേണ്ടതാണ്. WWE ചിലപ്പോൾ അത് പ്രതികരിക്കാൻ തയ്യാറായേക്കില്ല. പക്ഷേ ഷെയ്മസ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലൂടെ കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പിരിഞ്ഞു പോകുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം പങ്കുവച്ചേക്കാം. അദ്ദേഹം റിട്ടയർ ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലേക്കല്ല, അദ്ദേഹം WWE ബന്ധം അവസാനിപ്പിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ റെസ്ലിംഗിൽ അദ്ദേഹം മറ്റ് ഓപ്ഷൻ അദ്ദേഹം എന്തായാലും തേടുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. കൂടാതെ ഷെയ്മസിൻ്റെ ഒരു നോൺ കോമ്പറ്റീവ് ക്ലോസ് ഉണ്ടായിരിക്കില്ല. അദ്ദേഹത്തെ കമ്പനി റിലീസ് ചെയ്തതല്ല. അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് കഴിയുന്നവരെ ഷെയ്മസ് കാത്തിരുന്നതാണ്. അതുകൊണ്ട് തന്നെ നാളെ അദ്ദേഹത്തിന് ഒരു റെസ്ലിംഗ് കമ്പനിയിലേക്ക് ചേക്കേറാൻ സാധിക്കും. AEWയിലേക്കോ TNA റെസ്ലിംഗിലേക്ക്, ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിലേക്കോ, MLWയിലേക്കോ ഏത് കമ്പനിയിലേക്ക് വേണമെങ്കിലും ഷെയ്മസിന് ചേക്കേറാൻ സാധിക്കും. ഷെയ്മസിന് ആ ഒരു ഓപ്ഷൻ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഷെയ്മസ് പെട്ടെന്നൊരു വീക്കിലി എപ്പിസോഡിൽ മറ്റൊരു റിംഗ് നെയിം സ്വീകരിച്ച് വന്നാൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം അദ്ദേഹത്തിന് മുൻപിൽ 90 ദിവസത്തെ നോൺ കോമ്പറ്റീവ് ക്ലോസ് ഇല്ല എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഷെയ്മസ് WWE വിടാനുള്ള കാരണവും അദ്ദേഹത്തിൻ്റെ നിലവിലെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളിൽ വളരെ ക്ലാരിഫൈ ആയി എന്ന് വിചാരിക്കുന്നു. WWE വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ്, WWE ചാമ്പ്യൻഷിപ്പ്, ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ്, മണി ഇൻ ദ ബാങ്ക് വിക്ടറി, റോയൽ റംബിൾ വിക്ടറി തുടങ്ങിയ വലിയ അച്ചീവ്മെൻറ്റ്സുകളൊക്കെ ഷെയ്മസിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഗ്രാൻഡ് സ്ലാം ചാമ്പ്യൻ എന്നുള്ള വലിയൊരു അച്ചീവ്മെൻറ്റ് ഷെയ്മസിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല. ഒരു പക്ഷേ ഷെയ്മസിൻ്റെ ഈ കഴിഞ്ഞ വർഷങ്ങളിലെ അദ്ദേഹത്തിൻ്റെ സ്റ്റോറി മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് വിജയിച്ച് ഗ്രാൻഡ് സ്ലാം ചാമ്പ്യൻ എന്നുള്ള വലിയ അച്ചീവ്മെൻറ്റ് സ്വന്തമാക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു രീതിയിലേക്ക് കയറി വരാനോ വിജയിക്കാനോ സാധിച്ചിരുന്നില്ല. ഈ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി നല്ല സ്റ്റോറിയും നല്ല മത്സരങ്ങളൊക്കെ ലഭിച്ചു എന്നുള്ളത് മാറ്റി നിർത്തിയാലും അദ്ദേഹത്തിന് ആ ഒരു ചാമ്പ്യൻഷിപ്പ് വിജയിക്കാൻ സാധിച്ചിരുന്നില്ല. ഷെയ്മസ് നല്ല ഒരു കിടിലൻ റെസ്ലർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മത്സരങ്ങൾക്ക് ഒരു പ്രത്യേക ഫാൻ ബേസ് തന്നെ ഉണ്ടായിരുന്നു. റോയിൽ മറ്റ് മത്സരങ്ങളൊക്കെ വീക്കായാലും ഷെയ്മസിൻ്റെ മത്സരം ഒട്ടും ബോറടിപ്പിക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കൊക്കെ ഉണ്ടായിരുന്നു. അത് ഇനിയും കാണാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷകളൊക്കെ അസ്തമിപ്പിക്കുന്ന രീതിയിലാണ് നിലവിൽ വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റ്സ് അനുസരിച്ച് ഇതൊരു സ്റ്റോറി ആയിരിക്കാൻ സാധ്യതയില്ല. കാരണം TKO എന്ന് പറയുന്ന മാനേജ്മെൻറ്റിന് സാലറി കുറയ്ക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ താൻ ഇനി കമ്പനിയിൽ നിൽക്കില്ല എന്ന് അദ്ദേഹം നടുനിവർത്തി പറഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് വരുന്നത്. നട്ടെല്ല് വളച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഷെയ്മസിൻ്റെ തീരുമാനം അതിൽ നിന്ന് ഒരു വ്യത്യാസമുണ്ടാകാനും സാധ്യതയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഷെയ്മസിന് മുൻപിൽ മറ്റു വഴികൾ എന്തായാലും തുറന്നു വരും. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള കഴിവ് പുറത്തേക്ക് എടുക്കാനുള്ള വഴികൾ തുറന്നു വരും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഷെയ്മസിൻ്റെ ഇത് ഒരു സ്റ്റോറി ലൈൻ ആയിരിക്കുമോ? ഇനിയിപ്പോൾ ഷെയ്മസിൻ്റെ ഇതൊരു സ്റ്റോറി ലൈൻ അല്ലെങ്കിൽ അദ്ദേഹം അടുത്തതായിട്ട് ഏത് കമ്പനിയിലായിരിക്കും ജോയിൻ ചെയ്യുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.